സുന്നത്ത് നിസ്കാരങ്ങളുടെ നീയത്ത് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. എന്ത് കരുതിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വെറുതെ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കണ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. ഒരാൾ എന്ത് ചെയ്തു, പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു, പിന്നെ അയാൾ വീണ്ടും നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അപ്പോൾ അവിടെ ഒരു തേട്ടുണ്ട് അയാളുടെ മനസ്സിൽ. അതെന്താണ്? റവാത്തിബാണ്. നിയ്യത്ത് ഉണ്ടാവണം. എന്തായാലും നിസ്കാരത്തിന് എന്ത് വേണം? വെറുതെ പോയിട്ട് 2 റക്അത്ത് നിരുപാധികം നിസ്കരിക്കല്ല. അത് നിരുപാധികളുടെ സുന്നത്ത് നിസ്കാരങ്ങൾ കാരണമൊന്നുമില്ലാതെ വെറുതെ നമുക്ക് നിസ്കരിക്കാം. അതല്ലാത്ത നിസ്കാരങ്ങളാകുമ്പോൾ, ഇപ്പോൾ റവാത്തിബാകുമ്പോൾ ഇത് റാത്തിബത്താണ്. ളുഹറിന് മുമ്പ് 4 റക്അത്ത് റവാത്തിബ് ഉണ്ട്, അതിൻ്റെ 2 റക്അത്താണ് ഞാൻ നിസ്കരിക്കുന്നത്. പിന്നെ അത് സലാം വിട്ടിട്ട് അടുത്ത 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഇത് അടുത്ത 2 റക്അത്താണ് എന്നൊരു നിയ്യത്ത്. അല്ലെങ്കിൽ പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഇത് പള്ളിയിൽ കയറിയാലുള്ള 2 റക്അത്ത് തഹിയ്യത്ത് ഉണ്ടല്ലോ, ആ തഹിയ്യത്ത് നിസ്കാരമാണ് നിർവഹിക്കുന്നുള്ളത് മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ വുളു എടുത്തിട്ട് നിസ്കരിക്കുമ്പോൾ ആ വുളുവിൻ്റെ സുന്നത്താണെന്നുള്ള ആ ഒരു കരുതൽ, ആ തേട്ടം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുണ്ടാവണം. അതനുസരിച്ചിട്ടാണോ എന്ത് ചെയ്യുക, നിസ്കാരങ്ങൾ വേർതിരിയുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മസാലയാണ്. എന്ത് ചെയ്യാം? ഒറ്റ നിയ്യത്തിൽ എന്ത് ചെയ്യുക? റവാത്തിബും അതുപോലെ തന്നെ വുളുവിൻ്റെ സുന്നത്തും നിർവഹിക്കുക. ഒരാൾ എന്ത് ചെയ്യാണ്? പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിലുള്ളത് ഇത് തഹിയ്യത്താണ്, അതുപോലെ തന്നെ വുളുവിൻ്റെ സുന്നത്താണ്, അതുപോലെ തന്നെ റവാത്തിബാണ്. ഇത് മൂന്നും കരുതിയിട്ടാണ് എന്ത് ചെയ്തത്? 2 റക്അത്ത് നിസ്കരിച്ചത്. മൂന്നും എന്ത് ചെയ്യും? പരിഗണിക്കപ്പെടും. എന്നാൽ ഒരാൾ എന്ത് ചെയ്തു? ഇത് മൂന്നാക്കിയിട്ട് തന്നെ നിർവഹിച്ചു. രണ്ടാൾക്കും കിട്ടുന്ന കൂലി എന്തായിരിക്കൂല? അല്ലാഹു അലം ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. പരിശ്രമിക്കുന്ന ഒരാളുടെയും കൂലി എന്ത് ചെയ്യൂല? അള്ളാഹു നഷ്ടപ്പെടുത്തി കളയില്ല. രണ്ടാളുടെയും പരിശ്രമം ഒന്നാണോ? അല്ല. ഒരാൾ ഒറ്റ നിയ്യത്ത് തന്നെ എന്താ ചെയ്തത്? ഒറ്റ 2 റക്അത്ത് നിസ്കരിച്ച ശേഷം 3 നിയ്യത്താണ് വെച്ചത്. 3 നിസ്കാരങ്ങൾ എന്നുള്ള നിയ്യത്തിലാണ് നിർവഹിച്ചത്. വേറൊരാൾ 3 ആക്കിയിട്ട് തന്നെയാണ് നിർവഹിച്ചത്. രണ്ടാളുടെയും പരിശ്രമം എന്താണ്? വേറെയാണ്. അപ്പോൾ കൂടുതൽ പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു അലം, അള്ളാഹു കൂടുതൽ കൂലി